കോവളം കഴിഞ്ഞ പ്രാവശ്യം തിരുവനന്തപുരം ജില്ലയിൽ കോൺഗ്രസിന് UDF ജയിക്കാൻ കഴിഞ്ഞ ഏക സീറ്റ് കോവളത്ത്. എം വിൻസെന്റിന്റെ റേറ്റിംഗ് 73.51. വലിയ റേറ്റിംഗ് ആണ് കോവളത്ത്. എം വിൻസെന്റിന്റെ തകർപ്പൻ പ്രകടനം അല്ലേ? വളരെ മികച്ച മാർക്കാണ്. തലസ്ഥാന ജില്ലയിലെ എനിക്ക് തോന്നുന്നു വളരെ മികച്ച അഭിപ്രായമുള്ള MLA വിൻസെന്റ് മുഴുവൻ സമയം മണ്ഡലത്തിൽ സജീവമാണ്. കോവളം പിന്നെ UDF മണ്ഡലമാണ്. യുഡിഎഫിന് അനുകൂലമായ റാങ്കിങ്ങിൽ 24ാമത്തെ റാങ്കിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ പ്രാദേശികമായ സർവേ എക്സിക്യൂട്ടീവോട് അദ്ദേഹത്തിന് നല്ല സ്കോർ കിട്ടുന്നുണ്ട്. പ്രതിപക്ഷ MLA-മാരിൽ വിൻസെന്റ് മികച്ച സ്കോർ കിട്ടിയപ്പോൾ അതിന്റെ കാരണം ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് ഈ അടുത്ത കാലത്തെ അദ്ദേഹം മുഴുവൻ സമയം മണ്ഡലത്തിലുണ്ട്. അദ്ദേഹത്തിന് എന്തെങ്കിലും വിവാദ വിഷയങ്ങളൊക്കെ മറികടക്കാൻ വേണ്ടി വളരെ സജീവമായിട്ട് അദ്ദേഹം മറികടന്നു. പക്ഷെ വളരെ അതിനുശേഷം അദ്ദേഹം വളരെ സജീവമായിട്ട് മത്സ്യത്തൊഴിലാളികളുടെയിലും മണ്ഡലത്തിലും വളരെ സജീവമായി ഇടപെടുന്നു. അതിന്റെ റിസൾട്ടാണ് 73.51. 73.5 എന്ന് പറയുമ്പോൾ വളരെ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്ന MLA എന്ന രീതിയിൽ തന്നെ വിലയിരുത്തേണ്ടി വരും. എന്തായാലും കോവളത്ത് എം വിൻസെന്റിന് വളരെ മികച്ച പെർഫോമൻസ്, വളരെ മികച്ച മാർക്ക് 73.51. അപ്പോ ഇത് തന്നെയാണോ കോവളത്ത് പ്രതിഫലിക്കുക എന്നുള്ളത് കൂടി നോക്കേണ്ടതുണ്ട്. കോവളത്ത് ഇപ്പോൾ ആരാണ് മുന്നിൽ? എന്താണ് കോവളത്തിലെ രാഷ്ട്രീയ സാഹചര്യം? നോക്കാം. UDF തന്നെ 52.14, UDF. LDF 35.05. വളരെ ഉയർന്ന സ്കോറാണ്. 17.09 ഡിഫറൻസ്. വളരെ ഹ്യൂജ് ആയിട്ടുള്ള വ്യത്യാസം. പക്ഷേ മുമ്പ് LDF ജയിച്ചിട്ടുള്ള ജമീല പ്രകാശം അടക്കം ജയിച്ചിട്ടുള്ള മണ്ഡലമാണ്. പക്ഷേ ഇപ്പോൾ വളരെ വലിയ വ്യത്യാസമുണ്ട്. അത്ഭുതപ്പെടുത്താനൊന്നും തോന്നുന്നു. കാരണം 14 സീറ്റിലെ 13 LDF ജയിച്ചപ്പോഴും കോവളം LDF സീറ്റ് ജയിച്ചത് വലിയ ഭൂരിപക്ഷത്തിലാണ് വിൻസെന്റ് ജയിക്കുന്നത്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കോവളമാണ് സംസ്ഥാനത്ത് ഏറ്റവും അധികം മത്സ്യത്തൊഴിലാളികൾ താമസിക്കുന്ന ഒരു മണ്ഡലം. നമ്മളിപ്പം തീരദേശ മേഖല പരിശോധിച്ചാൽ ഏറ്റവും അധികം മത്സ്യത്തൊഴിലാളികൾ പാർക്കുന്ന ഒരു മണ്ഡലമാണ് കോവളം. അപ്പൊ അതിന്റെയൊക്കെ പ്രതിഫലനം അവരുടെ കൂടുതൽ പ്രതിനിധിയിലൊക്കെ കോവളത്തിൽ ഇത് സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്നതാണ്. മത്സരമില്ലാത്ത 70 മുകളിൽ മാർക്ക് കിട്ടുന്ന ഒരു MLA സംബന്ധിച്ചിട്ട് ഈ ലീഡ് സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്നതാണ്. പിന്നെ രാഷ്ട്രീയ സാഹചര്യം കോവളത്തെ രാഷ്ട്രീയ സാഹചര്യം കൂടി. ഇത്തവണ ഭഗത് റൂഫസ് ആയിരിക്കും LDF സ്ഥാനാർത്ഥി എന്നറിയുന്ന ഒരു യുവ നേതാവ് വരികയാണ്. പുതിയൊരു സ്ഥാനാർത്ഥി വരികയാണ്. അവിടെ തുടർച്ചയായി നീലലോഹിതദാസൻ നാടാരും ജമീല പ്രകാശും ഒക്കെ മത്സരിച്ചിരുന്നിടത്ത് പുതിയൊരു സ്ഥാനാർത്ഥി വരികയാണ്. അപ്പോൾ വേണമെങ്കിൽ ഒരു മത്സരമൊക്കെ വരാം. സ്ഥാനാർത്ഥി വരുന്നതിന് മുമ്പെടുത്ത സർവേ ആണ്. ഉറപ്പായിട്ടും ഇപ്പൊ പ്രധാന ഘടകം ഇത് സ്ഥാനാർത്ഥി ചിത്രം തെളിയാതെ ഈ ചിത്രത്തില് ഒരു മേൽക്കൈ വിൻസെന്റിന് കിട്ടും തന്നെ അദ്ദേഹത്തിനെതിരെ ആര് മത്സരിക്കുന്നുള്ള ധാരണ ജനങ്ങൾക്കിടയില്ലാത്തതുകൊണ്ടാണ്. അല്ല, പക്ഷെ നമ്മുടെ ഇതുവരെയുള്ള ട്രെൻഡ് അനുസരിച്ചാണെങ്കിൽ UDF പല സീറ്റുകളും LDF-ൽ നിന്ന് പിടിച്ചെടുക്കുന്നതായിട്ടാണ്. അതെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ UDF-ന് ഒരു മൊത്തത്തിലൊരു രാഷ്ട്രീയ ആനുകൂല്യം സംസ്ഥാനത്ത് തന്നെയുണ്ട്. അങ്ങനെയുള്ള സ്ഥിതിയിൽ ഒരുപക്ഷെ വേണമെങ്കിൽ എം വിൻസെന്റിന് കൂടുതൽ ഭൂരിപക്ഷം കൂടാൻ സാധ്യത. ഭൂരിപക്ഷം കൂടിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ ഇത്രയും വരുന്നില്ല. 10% കഴിഞ്ഞ തവണത്തേക്കാൾ കൂടാനുള്ള അതിന്റെ പ്രതിഫലനം നമുക്ക് കാണാൻ പറ്റും. 17ലേക്ക് എത്തുന്നു. 17ലേക്ക് വലിയ ലീഡ്. എന്തായാലും എം വിൻസെന്റ് കോവളം മണ്ഡലത്തിൽ വളരെ കംഫർട്ടബിൾ ആണ്. 17% മുകളിലുള്ള ലീഡ് അല്ലെങ്കിൽ മേൽക്കൈ അദ്ദേഹത്തിന് ഇപ്പോ ആസ് ഓഫ് നൗ അവിടെ എതിർ സ്ഥാനാർത്ഥിക്ക് മുകളിലുണ്ട്. അതുകൊണ്ട് അവിടെ ഒരു വലിയ പോരാട്ടത്തിനുള്ള സാഹചര്യം പോലും ഇല്ലാത്ത